ഹലോ ഫ്രണ്ട്സ്, എക്സ്പ്രസ് ഹൈവേയുടെ രൂപത്തിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് നിർമ്മിച്ച ഈ റോഡ് കാണാൻ എങ്ങനെയുണ്ട്? ഞങ്ങൾ ഈ റോഡ് നിർമ്മിച്ചതിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ ഫുൾ നിർമ്മാണ രീതി ആട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് തുടങ്ങാം. ഇവിടെ ആദ്യം തന്നെ 2 ലോഡ് കോറി വേസ്റ്റ് തട്ടി നിരത്തിയിട്ടോ കോൺക്രീറ്റ് നല്ലൊരു ബലം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം 3.5 ഇഞ്ച് കനത്തിലാണ് കോൺക്രീറ്റ് ചെയ്തത്. മഴക്കാലങ്ങളിലൊക്കെ റോഡിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി, റോഡിൽ നിന്ന് പെട്ടെന്ന് വെള്ളം ഒഴുകി പോകാൻ വേണ്ടി റോഡിന്റെ നടുഭാഗം അല്പം പൊക്കി 2 സൈഡിലേക്ക് ചെരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത്. ടാർ ചെയ്ത റോഡിന്റെ അതേ കളർ കിട്ടാൻ വേണ്ടി ബ്ലാക്ക് ഓക്സൈഡ് ഞങ്ങൾ സിമെന്റിൽ കലർത്തി നോക്കിട്ടോ, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയില്ല. ബ്ലാക്ക് ഓക്സൈഡ് ചേർത്ത തേപ്പിന് 4 ദിവസം ഒരു കറുപ്പ് കളർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സിമെന്റ് ഒക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ സാധാ സിമെന്റിന്റെ അതേ കളർ തന്നെയായി. കോൺക്രീറ്റ് ചെയ്ത റോഡുകളിൽ മഴക്കാലത്ത് സ്ലിപ്പാവുന്ന പ്രശ്നം സാധാരണ ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം ഒരു 4 ഇഞ്ച് കനത്തിൽ സിമെന്റ് ഇട്ടിട്ട് മാറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഗ്രിപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതുപോലെ ചെയ്താൽ ഭാവിയിൽ ഒരിക്കലും സ്ലിപ്പാവുന്ന പ്രശ്നം ഉണ്ടാവില്ല. അത് 100% ഗ്യാരണ്ടിയാ. ഇതെനിക്ക് പറ്റിയ ചെറിയൊരു വിഡ്ഢിത്താണ് കേട്ടോ. ശരിക്കും കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുകളിൽ തന്നെ ഇതുപോലെ ചെയ്യാണ് ഏറ്റവും ലാഭം. അങ്ങനെ നൂൽചാക്കൊക്കെ വിരിച്ച് 10 ദിവസം നല്ലോണം നനച്ച് ഞങ്ങളുടെ റോഡിന്റെ 1ാം ഘട്ടം പണി ഇവിടെ പൂർത്തിയായിട്ടോ. ഇനി ഇതിന്മേൽ ട്രാക്കുകൾ ഇടുന്നത് ഉൾപ്പെടെ ഏതാണ് വർക്കുകൾ കൂടി ബാലൻസ്. അപ്പോൾ നമ്മുടെ 1ാം ഘട്ടം പണി പൂർത്തിയായ റോഡിന്റെ ഉദ്ഘാടനം ചെറിയ തോതിൽ നടത്താൻ വേണ്ടി റിബണൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉദ്ഘാടകൻ ഉടൻ തന്നെ വരും. അങ്ങനെ നമ്മുടെ ഉദ്ഘാടകനായ ഫാമിലി മെമ്പർ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. റിബൺ കട്ട് ചെയ്തുകൊണ്ട് വളരെ ലളിതമായി ഉദ്ഘാടനം ചെയ്യുന്ന രംഗമാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രാക്കൊക്കെ ഇട്ട് പണി മുഴുവനായിട്ട് പൂർത്തിയായതിനു ശേഷം മാത്രമാണ് വലിയ വാഹനങ്ങൾ ഇതിൽ ഞങ്ങൾ കയറ്റാൻ ഉദ്ദേശിക്കുന്നത്. അവസാന ഘട്ടത്തിൽ വീട്ടിലേക്കുള്ള ഗേറ്റിന്റെ പണി പൂർത്തിയായി. ഇനിയിപ്പോൾ മതിലിന്റെ പെയിന്റിംഗ് ആണ് നടക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ പെയിന്റിങ്ങിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാട്ടോ ഇവിടെ പെയിന്റിങ്ങിന് വേണ്ടി വന്നത്. അങ്ങനെ നമ്മുടെ മതിലിന്റെ പെയിന്റിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ റോഡ് ടാർ ചെയ്ത റോഡിന്റെ അതേ കളർ ആക്കണം, അതിനുവേണ്ടി പെയിന്റ് ചെയ്യാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ശരിക്കും കാണാൻ കഴിയും കേട്ടോ. ടാർ ചെയ്ത റോഡിന്റെ കളർ കിട്ടാൻ വേണ്ടി ബ്ലാക്ക് ഓക്സൈഡ് സിമെന്റിൽ ചേർത്ത ഭാഗമാണ് പെയിന്റ് ചെയ്യാത്ത ആ ഭാഗം. വെയിൽ കൊണ്ട് ഉണങ്ങിയപ്പോൾ അത് സാധാ സിമെന്റിന്റെ അതേ കളർ തന്നെയായി മാറി. സാധാരണ റോഡുകളിലൊക്കെ നടുക്ക് വെള്ള ട്രാക്ക് ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ട്രാക്കാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ട്രാക്കിന് കൃത്യത കിട്ടാൻ വേണ്ടി കട്ടിയുള്ള പേപ്പർ എടുത്ത് അതിന്റെ നടുകെ അതിന് വേണ്ട അളവിൽ കട്ട് ചെയ്ത് സ്പ്രേ പെയിന്റ് ഉപയോഗിച്ചാണ് ഇവരിത് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് റോഡിന്റെ സൈഡിലൂടെയുള്ള യെല്ലോ ലൈനാണ്. നല്ല ക്ലിയർ കിട്ടാൻ വേണ്ടി റോഡിന്റെ സൈഡിലൂടെയുള്ള ഈ യെല്ലോ ലൈനും നടുക്കുള്ള വൈറ്റ് കളറും ഡബിൾ കോട്ട് പെയിന്റ് ആട്ടോ അടിച്ചത്. ഇനി നമുക്ക് നമ്മുടെ റോഡിന്റെ നടുക്ക് റിഫ്ലക്ടറുകൾ വെക്കാം. ഓൺലൈൻ വഴിയാണ് റിഫ്ലക്ടറുകൾ ഞാൻ പർച്ചേസ് ചെയ്തത്. 10 പീസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഓരോ റിഫ്ലക്ടറുകളും തമ്മിൽ 1.5 മീറ്റർ ഗ്യാപ്പ് ഇട്ട് റോഡിന്റെ നടുക്ക് ഡ്രിൽ ചെയ്ത് സ്ക്രൂ ചെയ്താണ് ഞങ്ങൾ ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇനി അടുത്തതായി സേഫ്റ്റിക്ക് വേണ്ടി റോഡിന്റെ 2 സൈഡിലുള്ള മതിലുകൾ ഉണ്ടല്ലോ, അതിലും കൂടി നമുക്ക് റിഫ്ലക്ടർ ഫിക്സ് ചെയ്യണം. ഇതിനു വേണ്ടി സ്റ്റിക്കർ രൂപത്തിലുള്ള റെഡ് റിഫ്ലക്ടർ 1 മീറ്റർ വാങ്ങി കത്രിക ഉപയോഗിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് നിർമ്മിച്ച പ്രൈവറ്റ് എക്സ്പ്രസ് ഹൈവേയുടെ റോഡ് പണിയെ മുഴുവൻ പൂർത്തിയായി. ഇനി നമുക്ക് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാനുണ്ട്. ചെറിയ തോതിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ റിബണൊക്കെ കെട്ടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഉദ്ഘാടകൻ ഉടൻ തന്നെ എത്തുന്നാട്ടോ പ്രതീക്ഷ. അങ്ങനെ നമ്മുടെ ഉദ്ഘാടകൻ ഫാമിലി മെമ്പർ കറക്റ്റ് സമയത്ത് തന്നെ റിബന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, വലിയ ആഘോഷ പരിപാടികളൊന്നും ഇല്ലാതെ വളരെ ലളിതമായ രീതിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അതുപോലെ തന്നെ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താൻ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങളൊന്ന് ഇനാബിൾ ചെയ്താൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.